വി ചെറിയ ബാപ്പു ഹാജി, ആലിയ മുഹാജി, അബ്ദുള്ള മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വലിയ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിനെതിരെ ആര് വന്നാലും, മുസ്ലിം ലീഗിനെതിരെ ആര് വന്നാലും, MSFനെതിരെ ആര് വന്നാലും അവർക്ക് ഈ പതാക നൽകി തിരിച്ചു പോരുന്ന ചരിത്രം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന രാഷ്ട്രീയ പാർട്ടിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലെന്നും ഈ പതാകയെ നെഞ്ചോട് ചേർത്ത് വെച്ച് മുഷ്ടി ചുരട്ടി ആകാശത്തിലേക്ക് ഉയർത്തി ഇൻകിലാബ് സിന്ദാബാ എന്ന് വിളിച്ചു പറഞ്ഞ് ഓങ്ങല്ലൂരിൻ്റെ തെരുവീതികളിലൂടെ നടന്നു നീങ്ങുമെന്നും ഈ സമ്മേളനത്തിലൂടെ യൂത്ത് ലീഗ് പ്രഖ്യാപിക്കുകയാണ്. അനീതിയുടെ കാലം എന്ന് പറയുന്ന ഒരു കാലമില്ല. പക്ഷെ എല്ലാ കാലത്തും അനീതിയുണ്ടായിട്ടുണ്ട്. എല്ലാ സമൂഹത്തിലും അനീതിയുണ്ടായിട്ടുണ്ട്. ആ അനീതികളെ അർപ്പണബോധമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള യുവത്വം ലോകചരിത്രത്തിൽ എല്ലായ്പ്പോഴും അതിനെ ചെറുത്തു നിന്നതാണ്. ലജ്ജിച്ചു തല താഴ്ത്തി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇവിടെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിന്റെ നന്മയെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇതാണ് ഒരു ട്രോള് ഞാൻ കണ്ടു. എന്നുവെച്ചാൽ ഈ മരണശേഷം 1000-ഓളം വരുന്ന സഖാക്കൾ അവരുടെ ശരീരം ആശുപത്രികൾക്ക്, കുട്ടികൾക്ക് പഠനാവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ്. അപ്പം അതിന് വന്ന ട്രോൾ എന്താ അറിയോ? ഒരു കുട്ടി ഇത് വാർത്ത കേട്ടിട്ട് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പറയാണ്, തലച്ചോറില്ലാത്ത ബോഡി കിട്ടിയിട്ട് എന്താ കാര്യം എന്നാണ്. സ്നേഹമുള്ളവരെ, രാജ്യത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇരുന്നിട്ട് വെറുതെ ഈ അന്തംഗമ്മികളെ ന്യായീകരിക്കുന്നതിന് ബദലായി വസ്തുതാപരമായ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ കഴിയണമെന്നാണ്. ഒപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകളുടെയോ അംഗബലങ്ങളുടെയോ പ്രശ്നമല്ല, അവയറായി നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ യൂത്ത് ലീഗുകാരോട് പറയുന്നു. 2 പ്രശ്നങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു. ഒന്ന്, ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ നിന്നും സാമുദായിക രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് ഉയർത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? രണ്ടാമത്, ഇസ്സത്തോടെ ജീവിക്കാൻ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തിയിട്ടല്ല വേണ്ടത് എന്ന CH ഓർമ്മപ്പെടുത്തിയ ആർജവബോധത്തോടെ വരുന്ന കാലത്ത് യൂത്ത് ലീഗിനെ നയിക്കാൻ പുതിയ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ്. സമ്മേളനം സംഘടിപ്പിച്ച ഓങ്ങല്ലൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. രൂപ വില വരുന്ന ആഭരണം കളഞ്ഞു കിട്ടുകയും മാതൃകാപരമായി അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അതിൻ്റെ ആളുകളെ കണ്ടെത്തി അത് അവർക്ക് കൈമാറുകയും ചെയ്ത് മാതൃകാപരമായ പ്രവൃത്തി ചെയ്ത മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകൻ പ്രിയപ്പെട്ട സബാദിനെ സ്നേഹോപഹാരം മൊമെൻ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഷാജി സാഹിബ് മൊമെൻ്റോ കൈമാറുന്നു. ഷബീർ തോട്ടത്തിലിൻ്റെയും ശിഹാബ് കരിമ്പള്ളിയുടെയും ആബിദ് കൊണ്ടൂർക്കരയുടെയും റാഷിദ് കാരക്കാടിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്.